السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, കർണാടക, കാസർഗോഡ് ജില്ല, കണ്ണൂർ ജില്ലയിലെ സംഘടനാ നേതാക്കളെ, പ്രഗത്ഭരായ ഉമറാക്കളെ, ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് താജുൽ ഉലമയുടെ 12ാം ഉറൂസിന്റെ രണ്ടാമത്തെ ദിവസത്തെ പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെയും കർണാടകയിലെയും പണ്ഡിതന്മാരുടെ എല്ലാവരുടെയും ഉപദേശം വയല് കേട്ടാലും അവരൊക്കെ പ്രസംഗിച്ചാലും തീരാത്ത അത്രയും വലിയ മഹത്വവും മഹാനവറുകളുടെ ജീവിത ശൈലിയും നമുക്ക് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ധാരാളമുണ്ട്. അൻപതിലേറെ വർഷമാണ് മഹാനവറുകൾ ഉള്ളാളത്ത് ദർസ് നടത്തിയത്. നേരത്തെ അബൂ സുഫിയാൻ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കർണാടകയിലെ മുക്കുമൂലകളിൽ സഞ്ചരിച്ച് അവിടൊക്കെ പള്ളികളും മദ്രസകളും നിർമ്മിച്ചു എന്നുള്ളത് മാത്രമല്ല മഹാനവറുകളുടെ മഹത്വം. മഹാനവറുകളുടെ ഈ ലോകത്ത് മുഴുവനും പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രഭ പരത്തി എന്നുള്ളതാണ് മഹാനവറുക്കുള്ള ഏറ്റവും വലിയ മഹത്വം. അതേ അവസരത്തിൽ മഹാനവറുകൾ ഒരു മഹലിനെയും ചെറിയ പ്രദേശമാണെന്ന് പറഞ്ഞ് ആ മഹല്ലുകൾ അവഗണിച്ചിട്ടില്ല. ദീനി ദഅവത്തിന് വേണ്ടി ആരാണോ മഹാനവറുകളെ സമീപിക്കുന്നത് അവരെ സന്തോഷിപ്പിച്ചു, അവരുടെ ആ മഹലിലേക്ക് ചെന്നു, അവിടെ എന്താണ് ആവശ്യമുള്ളത് അത് നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് മഹാനവറുകളുടെ ശൈലിയായിരുന്നു. അതേ അവസരത്തിൽ എത്ര വലിയ ധിക്കാരികളെയും എത്ര വലിയ ബമ്പന്മാരെയും മഹാനവറുകൾ ഒരിക്കലും വിലവെച്ചിട്ടില്ല. അവരൊക്കെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയിട്ടുണ്ട്. പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കർണാടകയിലെ വലിയൊരു മുതലാണ്. ഞാൻ അദ്ദേഹത്തെ പരാമർശിക്കുന്നില്ല, അതല്ല എന്റെ ലക്ഷ്യം. എന്തോ ഒരു വാക്ക് പറഞ്ഞത് മഹാനവറുകൾക്ക് രസിച്ചില്ല. പോടവിടെ നിന്ന് പറഞ്ഞ് ആട്ടി. അങ്ങനെയാണ് മഹാനവറുകളെ സമീപിക്കേണ്ടടുത്ത് ആരെങ്കിലും വരുന്നത് നല്ല കൽബോട് കൂടി, അല്ലെങ്കിൽ അവൻ അവിടെ തന്നെ ആട്ടി പറഞ്ഞേക്കാറാണ് മഹാനവറുകളുടെ സ്വഭാവം. ഒരു വലിയ മുതലാളി കർണാടകയിൽ അദ്ദേഹത്തെ ആട്ടി പറഞ്ഞയച്ചു. പിന്നീട് പല പ്രാവശ്യം മഹാനവറുകളുടെ സമീപത്ത് അദ്ദേഹം വന്നെങ്കിലും ബഹുമാനപ്പെട്ട താജുൽ ഉലമ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. അവസാനം ഒരു ഹജ്ജിന് പോകുന്ന അവസരത്തിൽ വന്ന് കരഞ്ഞു പറഞ്ഞു, ഒന്ന് പുരയിലേക്ക് വരണമെന്ന് പറഞ്ഞ് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ ഹജ്ജിലേക്കുള്ള ഒരു സംഭാവന എന്നുള്ള നിലക്ക് അന്നത്തെ 10,000 ഉറുപ്പിക കയ്യിൽ കൊടുക്കുകയും ചെയ്തു. താജുൽ ഉലമ ജാമിയ സഅദിയുടെ പ്രസിഡന്റ് കൂടിയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് തിരിച്ച് നേരെ വരുന്നത് സഅദിയയിലേക്കാണ്. വരുന്ന അവസരത്തിൽ ഞാൻ വഴിവെക്കലുണ്ട്. എന്നെ കണ്ടപ്പോൾ അവിടെ നിർത്തി എന്നെയും കയറ്റി. അപ്രാവശ്യത്തെ ഹജ്ജിന് ഞാനും കൂടെയുണ്ട്. അങ്ങനെ കയറ്റി സഅദിയയിലെത്തി. എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് മുതലാളിന്റെ എന്നെ ക്ഷണിച്ചിരുന്നോ? കാരണം ഞാൻ അവിടെ പോയി വരികയാണ്. ഓൻ എനിക്ക് 10,000 ഉറുപ്പിക തന്നു.
സാഹിത്യയിലുള്ള ഉസ്താദുമാർക്കും കുട്ടികൾക്കും ഒക്കെ അത് ഓഹരി വെച്ച് കൊടുത്തു. ആ 10,000 ഉറുപ്പിക. എന്നിട്ട് എന്നോടൊന്നും നിനക്കിപ്പോ തരാറൊന്നും ഇല്ലാതെ പറഞ്ഞു. അങ്ങനെയാണ് മഹാനവറുകൾ കിട്ടിയ കാശുകൾ മുഴുവനും അത് കയ്യിൽ വെക്കാറില്ല. ഹജ്ജിന് പോവുകയാണ്. എന്നിട്ട് പോലും ആ 10,000 ഉറുപ്പികയിൽ ഒരു കാശ് പോലും ബാക്കി വെക്കാതെ മുഴുവനും അവിടെ മഹാനവറുകൾ അത് സൗദിയിലെ ഉസ്താദുമാർക്കും വിദ്യാർത്ഥികൾക്കും അവിടെയുള്ള സ്റ്റാഫിനും ഒക്കെ ആ 10,000 ഉറുപ്പിക കൊടുത്തു. ഒറ്റ പൈസയും ബാക്കി ഉണ്ടായി. അപ്പോ അതുപോലെയുള്ള ധാരാളം ഉമറാക്കളും ധാരാളം ധനാഢ്യന്മാരും മഹാനവറുകളെ സമീപിക്കുകയും എത്രയോ സംഖ്യകൾ കൊടുക്കുകയും ചെയ്യാറുണ്ട്. തലിയണിന്റെ അടിയിൽ അത് വെച്ചിട്ടുണ്ടാകും. ആരെങ്കിലും ബഹുമാനപ്പെട്ട താജുലുമയുടെ പുറത്താണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട കൂറ്റമ്പാർ ഉസ്താദുണ്ട്. ഇൻഷാ അല്ലാഹ് പ്രഭാഷണം ഇവിടെയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട മിച്ചക്കോയ തങ്ങളവർക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അതുപോലെ ഇവിടെയുള്ള എല്ലാ സയ്യിദുമാർക്കും അവരൊക്കെയാണ് നമുക്കുള്ള തണലുകൾ. മഹാനായ താജുൽ ഉലമ ഒരു ശക്തിയെയും ഒരു ഭരണാധികാരിയെയും ഒരു രാഷ്ട്രീയക്കാരനെയും ഒരു പണക്കാരനെയും ഒരിക്കലും ഭയപ്പെട്ടിട്ടില്ല. ആരുടെ മുഖത്ത് നോക്കിയും പറയേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ വഹദി, ഞാൻ ഒറ്റക്കാണെങ്കിൽ ഈ ദീനിന് വേണ്ടി ഞാൻ നിലകൊള്ളുമെന്ന് മഹാനവറുകൾ പറഞ്ഞു. സമസ്തയുടെ ചരിത്രത്തിൽ ചില വിഘടന പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ മഹാനവറുകൾ പറഞ്ഞത്, പള്ളിയിൽ കുഴിയുള്ളത് ഞാൻ അറിയില്ലടോ എന്നാണ്. അപ്പൊ അത്രയും സൂക്ഷ്മതയോടുകൂടി മഹാനവറുകൾ ഈ പ്രസ്ഥാനത്തെ ഒരു പള്ളിയുടെ ഉപമിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇതിന്റെ ഇടയിൽ വഞ്ചനയുള്ളത്, പള്ളിയിൽ കുഴിയുള്ളത് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അത്രയും പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കി പറയുകയും ആരെയും വിലവെക്കേണ്ടടുത്ത് വിലവെക്കുകയും അതേ അവസരത്തിൽ അവഗണിക്കേണ്ടടുത്ത് അവഗണിക്കുകയും ചെയ്തു. നേരത്തെ അബൂ സുഫിയാൻ ഉസ്താദ് സൂചിപ്പിച്ചല്ലോ, ഉള്ളാളത്തെ ഉറൂസ് 25 ദിവസം അവിടെ നടക്കാറുണ്ട്. അവിടെ കേരളത്തിലുള്ള ഏകദേശം പണ്ഡിതന്മാരെ മുഴുവനും കൊണ്ടുവന്നു അവിടെ പരിചയപ്പെടുത്താറുണ്ട്. അവരിൽ വിലയും നിലയും കൊടുക്കേണ്ടവർക്ക് നല്ല നിലയും വിലയും കൽപ്പിച്ചുകൊണ്ട് അവർക്ക് നല്ല ആ പ്രഭാഷണത്തിന് നല്ല സ്ഥാനങ്ങളും മാനങ്ങളും കൊടുത്തിട്ടുണ്ട്. പ്രസംഗത്തിലും തിരുത്തേണ്ടവരെ തിരുത്തിയിട്ടുണ്ട്. ക്ഷണിച്ചു കൊണ്ടുവന്നവർ എന്നത് കൊണ്ട് എന്തെങ്കിലും പ്രസംഗിച്ചാൽ മഹാനവറുകൾ എല്ലാ ദിവസവും ആ പ്രസംഗം അവിടെ കേൾക്കും, അവസാനം വരെ അവിടെ ഇരിക്കും. അവിടെ തിരുത്തേണ്ടടുത്ത് തിരുത്തിയിട്ടുണ്ട്. പലരെയും വളർത്തിക്കൊണ്ടുവന്നത് മഹാനവറുകളാണ്. പ്രസ്ഥാനത്തിന് വേണ്ടി, ദീനിന് വേണ്ടി, അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി എവിടെ വേണോ അവരൊക്കെയും മഹാനവറുകൾ വളർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട്. അവഗണിക്കേണ്ടവരെ മുഴുവനും അവഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മഹാനായ തങ്ങൾ ഉസ്താദിനെ നമ്മൾ ബഹുമാനിക്കുന്നത് മഹാനവരുടെ ആ നേതൃപാടവത്തിനും മഹാനവറുകൾ നമുക്ക് കാണിച്ചു തന്ന ആ നേതൃരംഗത്ത് നമുക്ക് ആ ദീനി രംഗത്ത് നമുക്ക് നേതൃത്വം നൽകിയതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദീനും ദുനിയാവും അല്ലാഹു തആല രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പ്രഗത്ഭരായ പണ്ഡിതന്മാരും നല്ല നാം ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന പ്രഭാഷകന്മാരും ഇവിടെ ഉള്ളതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹു ഈ പരിശുദ്ധമായ
ഉറൂസ് 3 ദിവസമല്ല, നമുക്ക് ഇൻഷാ അല്ലാഹ് ഉള്ളാളം പോലെയല്ല, അതിനേക്കാളും വിപുലമായ നിലയിൽ നടത്തുന്ന ഒരു കാലം, അതിവിദൂരമായ ഒരു കാലം നമുക്ക് ഉണ്ടാകും. ഇവിടെ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഒത്തുവരുമെന്നുള്ളത് തീർച്ചയാണ്. അല്ലാഹു തആല ആ ഒരു അവസ്ഥ നല്ലൊരു സന്ദർഭം കാണാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.